വന്നിട്ട് വരാം. ഇനി അവിടെ പറ്റില്ല കേട്ടോ. പിന്നെ വന്നിട്ട് വരാം. ഗൈസ്, വെൽക്കം ടു ദ ലക്കി സ്റ്റാർ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ 7 മന്ത് ചെക്കപ്പ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ ഇന്ന് മോളെ കൊണ്ടുപോയിട്ടിട്ട് ഇപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ എന്നധികം പപ്പ വന്നു, പപ്പ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളിനി നേരെ ഒരുങ്ങി എന്നാലും ചെറുതായിട്ട് ജസ്റ്റ് മുടിയൊക്കെ കെട്ടാനുണ്ട്. മുടിയൊക്കെ കിട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വേണം. പക്ഷേ ഈ പ്രാവശ്യം കാറില്ല, ബസ്സിന് വേണം പോകാൻ വേണ്ടി. അതുകൊണ്ട് അവളെ കൊണ്ടുപോയി ശരിയായില്ല. അവൾ ഓടി നടക്കും ഹോസ്പിറ്റലിൽ. പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. സമയമുണ്ടെങ്കിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൊച്ചിന് ഡ്രസ്സും പിന്നെ എനിക്ക് 2-3 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഷോപ്പിങ്ങിക്ക് വെറുതെ കാണാം. ബായ്. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ റെഡിയായി നേരെ ബസ്സിൽ കയറി. നേരെ ബസ്സിന് പോയി കാഞ്ഞങ്ങാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റേറ്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ മെഡിസിനൊക്കെ വെച്ച് പോയിട്ട് നേരെ ഞങ്ങൾ സമയമുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അത്യാവശ്യം ഷോപ്പിങ്ങിന് ഡീറ്റെയിൽസ് വീഡിയോസൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ തന്നെ അത്യാവശ്യം ക്ലോത്ത്സ്, ഡയറ്റ്സ്, പിന്നെ ബേബി ബെഡ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അന്വേഷിച്ചു. അങ്ങനെ കിഡ്സ് മാളിൽ കയറി അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. വീട്ടിലേക്ക് അത്യാവശ്യം കൊച്ചിന് സാധനങ്ങളൊക്കെ മേടിച്ച് 2 പാക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചു. അത്യാവശ്യം പാക്കറ്റ് സാധനങ്ങൾ അതൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നതായിരിക്കും. മോളിപ്പോൾ ഉള്ളത് കൊണ്ട് മോളെ അംഗൻവാടിക്ക് കൂട്ടാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നിട്ട് പിന്നീട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കും. അതുകൊണ്ട് അത്രയുള്ളൂ. അപ്പം മോള് വരുന്നത് ഞാൻ കാണിക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ. ശരിക്കും ഞാൻ മടുത്തു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമെന്ന് വിചാരിക്കും. അങ്ങനെ അപ്പോഴത്തേക്കും മോളെത്തി. 2 മിനിറ്റ് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മോളെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ യാത്ര പോയെന്ന് പറഞ്ഞു. കണ്ടപ്പോഴുള്ള സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ആവശ്യം അപ്പോൾ ഗൈസ്, അവളുടെ സന്തോഷമൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതാണ് അവൾക്ക് ഞങ്ങൾ ഡ്രസ്സ് അങ്ങനെ വാങ്ങിയില്ല. കൂടുതലും കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവളെ കൊണ്ടാകാത്തതും. അവൾ കണ്ട അവൾക്ക് വിഷമാവും. അങ്ങനെ നമുക്ക് കുഞ്ഞാവയുടെ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഉൾപ്പെടുത്താൻ സാധനങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കുഞ്ഞാവയുടെ ഉടുപ്പ് മേടിക്കും. കൂടുതൽ ഉടുപ്പുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഹോസ്പിറ്റലിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോസും ഓരോന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ സാധനങ്ങളുടെയൊക്കെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കും യൂസ്ഫുള്ളാകുന്ന ഒരു തരത്തിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല അടിപൊളി ക്ലോത്ത്സാണ്. പ്രിൻറ്റഡ് വരുന്ന ക്ലോത്ത്സാണ് വരുന്നത്. നല്ല ചെറിയ കെട്ടുടുപ്പുകളും പിന്നെ ബട്ടൺസുണ്ട് മോഡൽ, ജബലാസിൻ്റെ ഉടുപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മസ്ലിൻ നല്ല അടിപൊളി ക്ലോത്ത്സാണ്. നല്ല കുട്ടികൾക്ക് ഏറ്റവും നല്ലത് വേണ്ടത് മസ്ലിൻ്റെ ക്ലോത്ത്സാണ്. അതൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി പ്രിൻറ്റുകൾ വരുന്ന പിന്നെ കുറച്ച് ഉടുപ്പുകളാണ് കൂടുതലും വാങ്ങിക്കുന്നത്. കൂടുതലും കെട്ടുടുപ്പാണ് നമുക്ക് അത്യാവശ്യം വേണ്ട. പിന്നെ കെട്ടുടുപ്പുകളും നല്ല ക്യൂട്ട് പ്രിൻറ്റഡായ കെട്ടുടുപ്പുകളൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളിൽ റേറ്റൊന്നും അധികം വരുന്നില്ല. 60 രൂപ 70 രൂപ അത്രയൊന്നുമില്ല.
റേറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ടുള്ള കുറച്ച് വൈറ്റ് ഉടുപ്പുകളാണ്. നമുക്ക് ഹോസ്പിറ്റലുകൾ കൂടുതലും ആവശ്യമുള്ളത് വൈറ്റ് ഉടുപ്പാണ്. അതുകൊണ്ട് കുറച്ച് വൈറ്റ്സ് ഉടുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടിയിൽ സാധനങ്ങളൊന്നും വേണ്ടല്ലോ, നമുക്ക് അടിയിൽ കെട്ടാൻ തുണിയൊന്നും വേണ്ടല്ലോ. അടിയിൽ നമ്മൾ വൈറ്റ് തുണിയൊക്കെ ആയിരിക്കും കെട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അടിയിലേക്കൊന്നും എടുത്തിട്ടില്ല. അപ്പം കുറച്ച് ഉടുപ്പുകൾ നമ്മൾ എടുത്തിട്ട് ഇനി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് മേടിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒരു 5-6 മതിയായിരിക്കും ഹോസ്പിറ്റലിൽ, പിന്നെ വീടുകളിൽ വന്നിട്ട് യൂസ് ചെയ്യാനൊക്കെയുള്ളൂ. അപ്പം അതാണ് നമ്മൾ എടുത്തിട്ട് പിന്നെ അത്യാവശ്യം പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എടുത്തേക്കുന്ന 2 റോംബേഴ്സാണ്. നല്ല ക്യൂട്ട് പ്രിൻ്റഡ് ആണ്. വേറെ കളറൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് പ്രിൻ്റ് വരുന്നതും അതുപോലെ വേറൊരു സൂപ്പർ ഒരു പ്രിൻ്റും കൂടെ വരുന്നതാണ്. നല്ല സൂപ്പറാണ്, കുട്ടികൾക്ക് നല്ല തണുപ്പിനൊക്കെ ഇടാനൊക്കെ പറ്റിയത്. പിന്നെ ഒരുപാട് ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ 1-2 ടൈപ്പ് എടുത്തിട്ടുള്ളൂ. കളറൊക്കെ നോക്കിയായിരുന്നു. നല്ല സൂപ്പറാണ്, നല്ല ക്യൂട്ട് പ്രിൻ്റൊക്കെ ആയതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരെണ്ണം കൂടി ഞങ്ങൾ എടുത്ത് നല്ലതായിരുന്നു. അതും വൈറ്റിലൊരു പ്രിൻ്റ് ഡിഫറെൻറ്റ് കളർ ഉണ്ടായിരുന്നു. അപ്പം അതും അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ല, എന്നാലും ഡ്രസ്സ് വേണം. പക്ഷെ നമ്മൾ റോംബസ് അങ്ങനെ ഒരുപാട് ഇടാറില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എടുത്തത് എന്ന് പറയുമ്പോൾ ഒരു ടർക്കിയല്ല, ഡ്രൈ ഷീറ്റാണ് വരുന്നത്. പിന്നെ ഒരു ഉടുപ്പ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അത് ഈ ബട്ടൺസ് ടൈപ്പും 2-3 ടൈപ്പ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കൂടുതലും ഉടുപ്പുകളാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഡ്രൈ ഷീറ്റാണത്. അതും നല്ല സോഫ്റ്റ് ഡ്രൈ ഷീറ്റ്. നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ഡ്രൈ ഷീറ്റ്. നമുക്ക് ശൂശൊക്കെ വെക്കുമ്പം അത് നമ്മുടെ ബെഡിലൊക്കെ ആകാതിരിക്കാൻ നല്ല ഡ്രൈ ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടി 2 ഡ്രൈ ഷീറ്റ് തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് എടുത്തിട്ടില്ല, 1-2 എടുത്തിട്ടുള്ളൂ. പിന്നെ 2 പഴയത് മോളുടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. അതും സൂപ്പറാണ്, ക്വാളിറ്റിയാണ്, ക്യൂട്ടാണ്. അതുപോലെ പിന്നെ ഞങ്ങൾ എടുത്തിട്ടിരിക്കുന്നത് പിന്നീട് ഞങ്ങൾ എടുത്തത് 2 ടർക്കിയാണ് എടുത്തത്. നല്ല ക്യൂട്ട് പ്രിൻ്റഡ് വരുന്നത്, നല്ല ക്യാപ്പ് ടൈപ്പ് വരുന്ന പ്രിൻ്റഡ് ടർക്കിയാണ് എടുത്തത്. നല്ല സോഫ്റ്റ് ആൻഡ് മെറ്റീരിയലാണ്. നല്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുഞ്ഞാറ്റയ്ക്ക് യൂസ് ചെയ്ത ടൈപ്പ് തന്നെയാണ് എടുത്തത്. പിന്നെ ഇതിൻ്റെ വേറെ ടൈപ്പും വരുന്നത്, നല്ല കട്ടിയുള്ള ടൈപ്പും ഉണ്ട്. അത് എടുത്തിട്ടില്ല. നമുക്കൊന്നും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിത് പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ കൂടുതൽ യൂസ് ചെയ്യുള്ളൂ. അല്ലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ തുണിയിൽ പൊതിഞ്ഞാണ് കിടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാറ്റേനെയും പിന്നെ ബെഡിലൊക്കെയാണ് കിടത്തുന്നത്. അതുപോലെ 2 ടർക്കിയാണ് എടുത്തത്. ഇത് ഇച്ചിരിയും കൂടെ കട്ടിയും വരും, പിന്നെ ഇച്ചിരിയും കൂടെ സോഫ്റ്റുമാണ്, നല്ല സോഫ്റ്റ് തുണിയാണ്. പിന്നെ ഇതിൻ്റെ കട്ടിയുള്ളത് വേറൊരെണ്ണം കുഞ്ഞാറ്റയ്ക്ക് മേടിച്ചിരിപ്പുണ്ട്, അതും വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ 2 ടർക്കി എടുത്തിട്ടുള്ളൂ. പിന്നീട് ഞങ്ങൾ 2 ഫേസ് ടവലാണ് എടുത്തിട്ട് കുട്ടിക്ക് ഫേസൊക്കെ തുടച്ച് കൊടുക്കണം. അതുപോലെ നമ്മൾ ഫീഡ് ചെയ്ത ശേഷം കറയൊക്കെ ഇങ്ങനെ പറ്റി ഇരിപ്പുണ്ടപ്പോൾ അതൊക്കെ തുടച്ച് കൊടുക്കാൻ നല്ല ഫേസ് ടവൽ നല്ലതാണ്. മോൾക്ക് സോഫ്റ്റാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് തുടച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല പ്രിൻ്റഡ് സോഫ്റ്റ് ടവലാണ്. പിന്നെ അതുപോലെ നമ്മൾ എടുത്ത് വയ്ക്കുന്നത് വാഷിംഗ് ടവലാണ്. തോർത്ത് അപ്പോൾ നമ്മൾ വൈറ്റ് തോർത്താണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വൈറ്റ് തോർത്ത് അവിടെ ഒരു രസമില്ലായിരുന്നു, പിന്നെ സോഫ്റ്റ് അല്ലായിരുന്നു. നമുക്ക് സോഫ്റ്റാണല്ലോ ചെറിയ പിള്ളേർക്ക് തുടച്ച് കൊടുക്കാനൊക്കെ. പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ടാണ് നമുക്ക് കൂടുതലും ആവശ്യം. നമ്മൾ കുളിപ്പിക്കുന്നതൊക്കെ വീട്ടിൽ വന്ന ശേഷമാണല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം എടുത്തില്ല. പിന്നെ വേണമെങ്കിൽ വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല സോഫ്റ്റ് തോർത്ത് തന്നെയാണ്. പിന്നീട് ഞങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് പറയാം ക്യാപ്പ് ബൂട്ടീസ് മെറ്റൽസ് എല്ലാം സെറ്റായിട്ട് വരുന്ന സംഭവമാണ്. അതിനിപ്പം അവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു കളർ ഞങ്ങൾക്ക് 2-3 കളർ നോക്കിയിരുന്നു. അപ്പം അങ്ങനെ ഒരു കളറേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി സെറ്റ് പിന്നെ കുറച്ചും കൂടെ സാധനങ്ങൾ മേടിക്കാൻ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ബേബിക്ക് വേണ്ടി മേടിക്കാനുണ്ട്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ, ഏകദേശം ഇത്രയും മേടിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് വെറ്റ്സ്, അതുപോലെ പാമ്പേഴ്സ്, പിന്നെ ബേബി ബെഡ് അതൊക്കെ അത്യാവശ്യമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വെറ്റ്സ് പിന്നെ ബെഡെന്ന് പറഞ്ഞാൽ അത് വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അത് നല്ലതാണോ എന്ന് നോക്കിയിട്ട് അത് വേണമെങ്കിൽ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ കൊച്ച് കിടക്കോ ഇല്ലയോ, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാറ്റ അങ്ങനെ ഒരുപാട് അങ്ങനെ കടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പിന്നീട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൂടെ മേടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും കാഞ്ഞങ്ങാട് പോകും, അപ്പം എന്തായാലും മേടിക്കാമെന്ന് വെച്ചു. അപ്പം ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം.
അതുപോലെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ ബാഗാണ്. ഇതും നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. നമ്മുടെ ന്യൂ മാംസിനും അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്കും എല്ലാവർക്കും അത്യാവശ്യമായ ഒരു ഫീഡിങ് ബോട്ടിൽ ബാഗ് തന്നെയാണ്, മെറ്റേണിറ്റി ബാഗ് തന്നെ. ഇതിനകത്ത് നമുക്ക് ബോട്ടിൽസ്, ഫീഡിങ് ബോട്ടിൽസ്, അതുപോലെ പാഡ്, ഡ്രസ്സ്, അത്യാവശ്യം സ്പേസുള്ള ഒരു പിന്നെ അതുപോലെ തന്നെ 2-3 കള്ളികൾ വരുന്നുണ്ട്. നല്ല ഒരുപാട് സ്പേഷ്യസ് ആയ ഒരു ബാഗ് തന്നെയാണ് ഇത് നമുക്ക് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ആയിട്ട് പിടിക്കും. കൊച്ചിൻ്റെ ഡ്രസ്സ്, പാമ്പേഴ്സ്, അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നതാണ്. അതുപോലെ നമ്മുടെ ഫീഡിങ് ബോട്ടിലൊക്കെ വെക്കാൻ അത്യാവശ്യം സ്പേഷ്യസായി കള്ളികൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. അതുപോലെ ഇഷ്ടംപോലെ സാധനമുണ്ട്. അതുപോലെ പിന്നീട് എടുത്തിരിക്കുന്നത് മെറ്റിൻ്റെ ഒരു പാഡാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ബ്ലഡ് ഫ്ലോ ഒക്കെ ആ സമയത്ത് ഇഷ്ടംപോലെ കൂടുതലും വരുന്നത്, അതുകൊണ്ട് ഒരു മെറ്റിറ്റി പാഡാണ് വരുന്നത്. ഒരു 10 പീസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനെ ആ മെറ്റിറ്റി പാഡും കൂടെ അത്യാവശ്യം കഴിഞ്ഞു. കൂടുതൽ നമ്മൾ വൈറ്റ് തുണി തന്നെയായിരിക്കും ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് പാഡ് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുകൊണ്ടും പാഡ് 10 പീസ് മാത്രം മേടിച്ചുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വാങ്ങാമെന്ന് വെച്ചു. അത്രയും ഏകദേശം ഇത്രയും സാധനം ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. പിന്നീട് എനിക്കിനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ കുറച്ച് ഫീഡിങ് ഡ്രസ്സ് മേടിക്കാനുണ്ട്, അതൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ ഓപ്പൺ നൈറ്റികൾ, പിന്നെ അതുപോലെ ഡ്രസ് കട്ട്, പിന്നെ വൈറ്റ് തുണിയൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ വൈറ്റ് തുണി മേടിക്കണം കുട്ടിക്ക് കെട്ടാനും, വാവയ്ക്ക് പൊതിഞ്ഞ് ഇതാക്കാനൊക്കെ വൈറ്റ് തുണിയാണ് നല്ലത്. അതൊക്കെ അത്യാവശ്യം നമുക്ക് മേടിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് ഡെറ്റോളിട്ടൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ ബാഗ് പാക്കിങ്ങിലേക്ക് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പം ബാഗ് പാക്കിങ്ങിലേക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ബാഗ് പാക്കിങ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം